എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അയനമായ രാമായണത്തിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കാരണം രാമായണത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥാപശ്ചാത്തലം അല്ലെങ്കിൽ ജീവിത പശ്ചാത്തലം എന്തിനെയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വരുന്ന എപ്പിസോഡുകൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. എന്നത്തെയും പോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഉപദേശം അല്ലെങ്കിൽ സാക്ഷാൽ മായാദേവിയായ സീതാദേവിയുടെ ഉപദേശം, ഹനുമാൻ എന്ന ആ ഭക്തന് നൽകിയ ഉപദേശവും അതേ തുടർന്ന് ശ്രീരാമൻ തന്നെ ഹനുമാന് അതിൻ്റെ തുടർച്ചയായി നൽകുന്നതും നമ്മൾ കണ്ടു. ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു, കഥാപശ്ചാത്തലത്തിൽ സാക്ഷാൽ പരമശിവൻ രാമായണ കഥ യഥാർത്ഥത്തിൽ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം താൻ കേട്ട ഈ ദർശന സിദ്ധാന്തത്തിൻ്റെ കഥാപശ്ചാത്തലത്തിൽ തൃപ്തിയാകാത്തത് കൊണ്ട് തന്നെ ശ്രീരാമൻ്റെ കഥ പറഞ്ഞു തരണമെന്ന് പാർവതീദേവി സ്വന്തം ഭർത്താവായ ശിവനോട് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ വീണ്ടും അതിനെ വിപുലീകരിക്കുകയാണ് പശ്ചാത്തലത്തിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പറയുകയാണ്, ഓ അനുഗ്രഹീതമായ ദേവി പാർവതി, വാൽമീകി പറഞ്ഞ ശ്രീരാമൻ്റെ ഹൃദയസ്പർശിയായ കഥ കേട്ടുകൊള്ളാം, അല്ലെങ്കിൽ കേട്ടാലും അല്ലെങ്കിൽ കേൾക്കൂ. കാരണം വേട്ടക്കാരനായ കവി അല്ലെങ്കിൽ വേടനായി ജീവിതം നയിച്ചിരുന്ന, കാട്ടാളനായ ജീവിതം നയിച്ച കവി വാൽമീകി 24,000-ഓളം ശ്ലോകങ്ങളുള്ള ഒരു കവിതയിലൂടെയാണ് അല്ലെങ്കിൽ കാവ്യാത്മകമായ രീതിയിലാണ് ഈ ഇതിഹാസ കഥയെ വിവരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ യഥാർത്ഥത്തിൽ ബ്രഹ്മാവാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ശ്രീരാമൻ തന്നെ ഈ കഥ അല്ലെങ്കിൽ ആ ശ്രീരാമചന്ദ്ര ഭഗവാൻ യഥാർത്ഥത്തിൽ ഈ കഥയിലൂടെ ലോകത്തിന് തന്നെ ഒരു സൂര്യനെ പോലെയുള്ള വെളിച്ചമാണ് നൽകുന്നത്. അപ്പം സാക്ഷാൽ വാൽമീകി തന്നെ പറഞ്ഞ ഈ ഒരു കഥ അതിൻ്റെ 24,000 ശ്ലോകത്തോളം വിസ്തൃതിയിൽ പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ച് അത് വലിയ ഒരു ചെറിയ പതിപ്പായിട്ടാണ് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഇതിനെയാണ് അധ്യാത്മരാമായണം എന്ന് വിളിക്കുന്നത് എന്ന് പാർവതിയോട് പറയുകയാണ്. അപ്പോൾ ഈ രാമായണം അഭ്യസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനെ ജീവിതചര്യയുടെ ഭാഗമാക്കി അല്ലെങ്കിൽ ഈ ദർശനത്തെ ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ലക്ഷ്യബോധത്തോടെ ഇതിനെ സമീപിക്കുന്ന ആളുകൾക്ക് ആത്മീയമായ പ്രബുദ്ധത ലഭിക്കുമെന്ന വസ്തുതയാണ് യഥാർത്ഥത്തിൽ അധ്യാത്മ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണോ ഈ കഥ പറഞ്ഞു തന്നത്, എനിക്ക് പറഞ്ഞു തന്നതുപോലെ ആ കഥ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിനക്ക് ഞാൻ ഈ കഥ പറഞ്ഞു നൽകാം. അങ്ങനെ ഭൂമിയിൽ വസിക്കുന്ന അധാർമികരായ ആളുകൾ തൻ്റെ മേൽ ചുമത്തുന്ന ആ വലിയ കർമ്മഭാരം കൊണ്ട് പൊറുതിമുട്ടിയ ഭൂമിദേവി നിരാശയായി അവൾ അതിനെക്കുറിച്ച് ബ്രഹ്മാവിനോട് പരാതിപ്പെടുകയും എല്ലായിടത്തും ക്രൂരതകൾ ചെയ്തുകൊണ്ട് അസുരന്മാർ നാശം വിതച്ചുകൊണ്ട് താണ്ഡവമാട് അവരുടെ അധാർമികമായ പ്രവൃത്തികളാൽ ലോകത്തിന് നാശം വിതച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അന്ന് വരെ ലോകത്തിൽ ഉണ്ടായിരുന്ന സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അവസ്ഥയെ, ആ ഇക്വിലിബ്രിയത്തെ, ആ ഒരു സമതുലിതാവസ്ഥയെ അസ്വസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ഈ ഒരു ആസുരിക ശക്തികൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അസാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണുവുമായി ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനും തന്നോടൊപ്പം ചേരുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ആവശ്യപ്പെടുകയും
അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. എല്ലാത്തിനുമുപരി പ്രപഞ്ചത്തിൽ ധർമ്മം നിലനിർത്തുവാൻ വിഷ്ണു നിരവധി അവതാരങ്ങൾ സ്വീകരിച്ചതായി നമ്മൾക്ക് അറിയാം. അങ്ങനെ ബ്രഹ്മാവും ശിവനും വിഷ്ണു സമക്ഷം പോയി ഭൂമിയുടെ കർമ്മഭാരം കുറച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി തന്ന് സഹായിക്കണമെന്ന് വിഷ്ണു ഭഗവാനോട് അപേക്ഷിക്കുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു അത്ഭുതകരമായ സ്തുതിയും അവർ ആ സമയത്ത് ആലപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്തോത്രം ആലപിക്കുന്നു. അങ്ങനെ വിഷ്ണു ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സമ്മതിക്കുകയും ഭൂമിയിലെ ഒരു ശക്തനായ രാജാവിൻ്റെ മകനായി വിഷ്ണു ജനിക്കുമെന്നും ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി മഹത്തായ ഒരു നാടകം രചിക്കാൻ തന്നെ അതിന് അനുയോജ്യമായ ഒരു വേദി ഒരുക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊള്ളാമെന്ന് ബ്രഹ്മാവിനും ശിവനും ഉറപ്പ് കൊടുക്കുകയാണ്. ഇവിടെയാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത്. അതായത് ആദ്യത്തെ കാണ്ഡമായ ബാലകാണ്ഡം. ബാലകാണ്ഡത്തിൻ്റെ തുടക്കം അയോധ്യ പറയുന്നത് തന്നെ അയോധ്യ ഭരിച്ചിരുന്നത് ദശരഥ ചക്രവർത്തി ആയിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പരാക്രമം, അറിവ്, ഔദാര്യം, ദാനധർമ്മം എന്നിവയ്ക്ക് വളരെ പ്രശസ്തിയുള്ള ഒരു രാജാവായിരുന്നു ദശരഥൻ. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണനും നീതിമാനുമായ രാജാവും കൂടിയായിരുന്നു. ഒരു യോദ്ധാവായ നിലയിൽ അദ്ദേഹം എല്ലായ്പ്പോഴും വിജയിയായി തീരുന്നുമുണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്ക് തൻ്റെ 10 രഥങ്ങളെ, അല്ലെങ്കിൽ കുതിരയെ പൂട്ടിയ രഥങ്ങളെ ഓടിക്കാൻ, അല്ലെങ്കിൽ തേർത്തളിക്കാൻ സാധിക്കുന്ന, ഒരേ സമയം 10 ദിശകളിലേക്ക് തേർതെളിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ദശരഥൻ എന്ന പദവി ലഭിച്ചത് എന്ന് ഒരു വാക്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സമീപനമുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ദശരഥൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നിരിക്കുന്ന ശരീരത്തെയാണ് ദശരഥൻ എന്ന് വിളിക്കുന്നത്. ആ ദശരഥൻ വാണിരുന്ന പുരിയാണ് അയോധ്യാപുരി. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചലിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് അനാഹതമാകുന്ന ഹൃദയം, അല്ലേ? കാരണം നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾക്കറിയാം, ശരീരത്തെ കൂട്ടി നിർത്തുന്നത് ഹൃദയം എന്ന പ്രധാനപ്പെട്ട ഒരു ശിരാകേന്ദ്രമാണ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ശിരാകേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ അനാഹതം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം. അപ്പോൾ ആ ഹൃദയം എന്ന് പറയുന്നതാണ് അയോധ്യ. നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും, അയോധ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യുദ്ധമില്ലാത്ത ഭൂമി എന്നൊക്കെയാണ് അർത്ഥം. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതിലേറ്റവും ഈ ഒരു സന്ദർഭത്തിന് താത്വികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ അർത്ഥമാണ് നമ്മൾക്ക് യുദ്ധമില്ലാത്ത ഭൂമി. കാരണം മനുഷ്യനെ സംബന്ധിച്ച് എന്നും ശരി തെറ്റുകൾക്കിടയിൽ നമ്മൾ നമ്മുടെ മനോബുദ്ധി അഹങ്കാരങ്ങൾ എപ്പോഴും വീർപ്പുമുട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും ശരി തെറ്റുകൾക്കിടയിൽ പെട്ട് ആടി ഉലയും. ശരി തെറ്റുകൾക്കിടയിലുള്ള ആ യുദ്ധം നടക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പ്രജ്ഞ, അല്ലെങ്കിൽ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം. അപ്പോൾ അതിനെ ആ ഒരു യുദ്ധമില്ലാത്ത ഭൂമിയാക്കി മാറ്റുന്ന സമയമാണ് യഥാർത്ഥത്തിൽ അയോധ്യ എന്ന് വിളിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് സാധിച്ചതെന്ന് പറഞ്ഞാൽ, ദശരഥൻ എന്ന ഈ ശരീരത്തിൻ്റെ ജീവചൈതന്യം ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും ഒരുപോലെ നയിച്ച് 10 ദിക്കുകളിലേക്കും കുതിരകളെ പായിക്കുക എന്ന് പറഞ്ഞാൽ ഓൾവേസ് നമ്മുടെ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മുടെ ഭാരതീയ ദർശന ഗ്രന്ഥങ്ങളിലെ ഇന്ദ്രിയങ്ങളെയാണ് കുതിരകളോട് പലപ്പോഴും ഉപമിക്കാറുള്ളത്. ഇന്ദ്രിയങ്ങളെ 10 ദിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദശദിക്കുകളിലേക്കാണ്. അതായത് അഷ്ടദിക്കും, പിന്നെ മുകൾ, ഊർധ്വവും അധോവും, ഇങ്ങനെ 10 ദിക്കുകളിലേക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒരേ സമയം തെളിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നയിക്കാൻ കഴിയുന്നതിനാൽ അദ്ദേഹത്തെ ദശരഥൻ എന്ന നാമത്താൽ പറയുന്നു. അപ്പം ഈ ശക്തനായ രാജാവിന് 3 രാജ്ഞിമാരുണ്ടായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര, അല്ലേ? എന്നാൽ ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തുടരാൻ അദ്ദേഹത്തിന് പുത്രന്മാരില്ല. അദ്ദേഹത്തിന് സുമന്ത്രർ എന്ന പേരിലുള്ള ഒരു മഹാനായ മന്ത്രി ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ പേരുകൾ വളരെ
ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സൂക്ഷ്മതയിൽ നമ്മളതിനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നോക്കൂ, ദശരഥൻ ശരീരത്തിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് ആ ശരീരത്തിന്, അല്ലെങ്കിൽ ആ ദശരഥന് ഭാര്യമാർ 3. യോഗശാസ്ത്ര പ്രകാരം ശരീരത്തിൽ പ്രധാന നാഡികളിൽ ഏറ്റവും പ്രധാന നാഡിയായി 3 നാഡിയെ പറയുന്നു: ഇട, പിംഗള, സുഷുമ്ന. ഇവിടെയും നോക്കൂ, ദശരഥന് 3 ഭാര്യമാരാണ്, 3 ആൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുരാണ ഇതിഹാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളോട് രൂപകങ്ങളുടെ, അലങ്കാരങ്ങളുടെ രൂപത്തിലാണ് ഋഷീശ്വരന്മാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഈ ശരീരത്തിന് പ്രധാന നാഡികളായ ഇവർ ഭാര്യമാരായിരിക്കെ ആ ശരീരത്തിന് ഉർവരത അല്ലെങ്കിൽ പ്രത്യുത്പാദന ക്രിയയിൽ ആ ശരീരം വളരെ പിന്നോക്കമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അടുത്ത തലമുറ, അതായത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പിന്തുടരാൻ വേണ്ടി അദ്ദേഹത്തിന് പുത്രന്മാരില്ലാതായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ മഹാനായ മന്ത്രിയുടെ പേര് സുമന്ത്രർ എന്നാണ്. ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ ലളിതാ പരമേശ്വരിയുടെ ദേവതാ സൈന്യത്തിൽ സർവസേനകളിൽ പ്രധാനിയായ 2 ആളുകളെ പറയുന്നുണ്ട്. അവിടെ വാരാഹിയും രാജശ്യാമളയാണ് പറയുന്നത്. ഈ രാജശ്യാമളയെ അവിടെ മന്ത്രിണി എന്ന് വിളിക്കും. മന്ത്രിണി യഥാർത്ഥത്തിൽ മന്ത്രചൈതന്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. രാജശ്യാമള എന്നുള്ളത് മന്ത്രചൈതന്യ ശക്തിയാണ് അവിടെ പറയുന്നതെങ്കിൽ, ഇവിടെയും നോക്കാം, സുമന്ത്രർ എന്ന പേരുള്ള ഒരു മഹാനായ മന്ത്രി. അപ്പോൾ രാജാവ് തൻ്റെ ഉപദേഷ്ടാക്കളോടും ഉപദേശകരോടുമുള്ള ഭക്തിക്ക് അദ്ദേഹം വളരെ പേരുകേട്ട പ്രശസ്തനായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ രാജസദസ്സൊക്കെ ചേർന്ന ശേഷം ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുകയാണ്. ഇപ്പോൾ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ ഒരു പുത്രനെ ജനിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല യാഗം ഏതാണ്? അതായത് എന്തിനാണ് ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ? ഇപ്പോൾ നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും 2 ഗുണങ്ങളുണ്ട്: ദേവഗുണവും അസുരഗുണവും. ഇതിൽ ഒരു ശരീരത്തിൻ്റെ പുത്രനായ ജീവാത്മാവ് എന്തിനാണെന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള നന്മയെ പ്രീതിപ്പെടുത്താനും നന്മയെ മുൻപോട്ട് നയിക്കാനുമാണ്. അങ്ങനെയുള്ളൊരു പുത്രനെ ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പുത്രനെ ജനനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല യാഗം ഏതാണ്? അത് ഈ ഗുരുവായ അങ്ങേക്ക് അറിയാവുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ ആധിപത്യം വഹിക്കാൻ ഒരു പുത്രനില്ലാത്തത് കൊണ്ട് തന്നെ രാജ്ഞിമാരും ഞാനും മാനസികമായി തകർന്നുപോയി. രാജ്ഞിമാരും ഞാനും. അപ്പോൾ ഞാൻ എന്നുള്ളത് ദശരഥം, രാജ്ഞിമാർ 3 പ്രധാന നാഡി. അപ്പം വസിഷ്ഠൻ പെട്ടെന്ന് മറുപടി പറയുകയാണ്: നിങ്ങൾക്ക് അല്ലെങ്കിൽ രാജൻ, താങ്കൾക്ക് ഒരു യാഗം, അതായത് പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ താങ്കൾക്ക് സന്താനങ്ങളെ ലഭിക്കും. ഈ അയോധ്യ കൊട്ടാരത്തിൻ്റെ ഇടനാഴികകളിൽ 4 പുത്രന്മാർ ഓടിക്കളിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുന്നു. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, 4 നമ്മൾ തത്വ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ മനോബുദ്ധ്യഹങ്കാര ചിത്തം, അന്ധകരണങ്ങൾ 4 ആൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ രാമായണത്തിൽ വളരെ രഹസ്യാത്മകമായി ഇതുപോലെ പല കാര്യങ്ങളും നമ്മളോട് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് കേവലം ഒരു കഥയായി മാത്രം കാണുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ വാൽമീകി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതായ അല്ലെങ്കിൽ ശ്രമിച്ചതായ ആ തത്വത്തിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കാത്തത്. അപ്പോൾ ഈ പുത്രകാമേഷ്ടി എന്ന വിപുലമായ യാഗത്തിന് ആവശ്യമായതെല്ലാം ഒരുക്കുന്നതിൽ വസിഷ്ഠ മഹർഷി രാജാവിനെ സഹായിക്കുകയും ആ പ്രശസ്തനായ ഋഷി വിഭണ്ഡകൻ്റെ മകൻ ഋഷ്യശൃംഗൻ യാഗത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു അഗ്നിയാഗത്തിന് അനുബന്ധമായി നിരവധി ആചാരങ്ങൾക്കുമായി നിരവധി വേദികളും സ്ഥലങ്ങളുമൊക്കെ സജ്ജീകരിക്കുന്നു. ഇത്രയും മഹത്തായ ഒരു യാഗത്തിൻ്റെ സാധ്യതയിൽ
രാജ്യം മുഴുവനും സന്തോഷിക്കുകയാണ് ഉണ്ടായത്. പ്രജകൾ മുഴുവനും സന്തോഷിക്കുന്നു. കാരണം രാജ്യത്ത് ഇത്രയും വലിയ ഒരു യാഗം നടക്കുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങൾ യഥാർത്ഥത്തിൽ പ്രജകൾക്ക് കിട്ടും. ഇപ്പം രാജാവിൻ്റെയും അല്ലെങ്കിൽ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ രാജ്ഞികളെയും സ്വർഗം അല്ലെങ്കിൽ ഈ പറയുന്ന ദേവതകൾ, ദേവതാ സ്വരൂപികളായ ചൈതന്യങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഋഷി ശൃംഗൻ ഈ പറയുന്ന പുത്രകാമേഷ്ടി വളരെ മികച്ച രീതിയിൽ അവർക്ക് നടത്തി കൊടുക്കുകയുണ്ടാവുകയും ആ യാഗ അഗ്നിയിൽ നിന്ന് ഹവിസായി അല്ലെങ്കിൽ പ്രസാദമായി അവർക്ക് അഗ്നിദേവന്മാരുടെ അനുഗ്രഹത്തിൻ്റെ പ്രതീകമായ പായസം നിറഞ്ഞ ഒരു സ്വർണ്ണപാത്രം പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് നമുക്ക് കഥയിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിഹാസത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അഗ്നിദേവൻ രാജാവിനോട് പറയുന്നത് ഇത് വളരെ സവിശേഷമായ ഒരു പായസമാണ്, അമൃതമാണ്. കാരണം ഇത് താങ്കൾക്ക് സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കും. ദയവായി ഇത് അങ്ങയുടെ രാജ്ഞിമാർക്ക് നൽകുക. കാലക്രമേണ അവർ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് ആൺമക്കളെ പ്രസവിക്കും. ഇപ്പം രാജാവ് ഈ പറയുന്ന പായസാന്നത്തിൻ്റെ പകുതി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ഇളയ ആളുമായ കൈകേയിക്കും, ബാക്കി പകുതി ഒന്നാം രാജ്ഞിയായ കൗസല്യയ്ക്കും, തുടർന്ന് സുമിത്രയ്ക്കും നൽകുന്നു. അപ്പോൾ കൈകേയിയും കൗസല്യയും അവരുടെ പകുതി വിഹിതം രണ്ടാമത്തെ രാജ്ഞിയായ സുമിത്രയ്ക്ക്. അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. ഒന്നാം പകുതി കൈകേയിക്കും, രണ്ടാം പകുതി കൗസല്യയ്ക്കും. പക്ഷെ കൈകേയിയും കൗസല്യയും അവരുടെ പകുതി വീതം എടുത്തിട്ടാണ് മൂന്നാമത് പങ്ക് സുമിത്രയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഏതാനും ഇത് കഴിച്ചതിന് ശേഷം നമുക്കറിയാലോ, അതിനുശേഷം എന്തായാലും 3 രാജ്ഞിമാർ ഗർഭിണികളാകുന്നു. രാജാവിൻ്റെ ദശരഥൻ്റെ പേരും പാരമ്പര്യവും നിലനിർത്താൻ ഒന്നിലധികം പുത്രന്മാരുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ രാജാവ് വളരെ സന്തോഷവാനായി ആഹ്ലാദഭരിതനായി രാജ്യം ഭരിക്കുകയാണ്. കാലക്രമേണ അദ്ദേഹത്തിന് 4 പുത്രന്മാർ ജനിക്കുകയും, അതായത് കൗസല്യയ്ക്കും കൈകേയിക്കും ഓരോ പുത്രന്മാരും, സുമിത്രയ്ക്ക് 2 പുത്രന്മാരും. കാരണം 2 പേരുടെയും പകുതി അംശമെടുത്തിട്ടാണ് സുമിത്രയ്ക്ക് പകുത്ത് നൽകിയത്. അതുകൊണ്ട് സുമിത്രയ്ക്ക് 2 പുത്രന്മാരും ബാക്കി 2 പേർക്കും ഓരോ പുത്രന്മാരും. അപ്പോൾ ആദ്യമായി ജനിക്കുന്നത് കൗസല്യാതനയനായ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്, പിന്നെ കൈകേയിക്ക് ഭരതനും, തുടർന്ന് ലക്ഷ്മണനും ശത്രുഘ്നനും സുമിത്രയ്ക്കും ജനിക്കുന്നു. ഇത്രയൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ കൗസല്യ എന്നത് അല്ലെങ്കിൽ കൗസല്യ മഹാറാണി യഥാർത്ഥത്തിൽ വളരെ സമർപ്പിതമായ ആധ്യാത്മികമായ ഒരു ആത്മീയ ചൈതന്യം കുടികൊള്ളുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ ഗർഭാവസ്ഥയിലേക്ക് തിരിയുന്ന സമയത്ത് തന്നെ അവൾക്ക് കുഞ്ഞിൻ്റെ ആ ദിവ്യമായ സ്വഭാവം തിരിച്ചറിയാൻ സാധിച്ചു. വയറ്റിലുണ്ടാകുമ്പോൾ, കാരണം അമ്മമാർക്കാണല്ലോ അല്ലേ കുഞ്ഞുമായുള്ള ആ ബന്ധം, പൊക്കൽ കൂടി ബന്ധം ഏറ്റവും ആഴത്തിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ അമ്മമാർക്കാണ്. അപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും നിർവൃതിയിലേക്ക് ആ കുഞ്ഞ് അവളെ നയിച്ചു കൊണ്ടുപോകുന്നത് അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സ്വാധീനം അവളിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തു. അതിനാൽ തന്നെ അവൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ശ്ലോകം തന്നെ ആ അമ്മ ജപിക്കാൻ തുടങ്ങി. വിഷ്ണു ഭഗവാൻ ശംഖ്, ഗദ, പുഷ്പചക്രം എന്നിവ ധരിച്ച് അദ്ദേഹത്തിൻ്റെ 4 കൈകൾ ഉള്ള ആ 4 ബാഹുക്കളുള്ള രൂപം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. സ്വപ്നദർശനം നൽകി. അങ്ങനെ ആ സ്വർഗീയമായ അല്ലെങ്കിൽ ആ ഈശ്വരീയമായ അല്ലെങ്കിൽ ആ പവിത്രമായ തൻ്റെ സ്തുതി പൂർത്തിയാക്കിയപ്പോൾ, വിഷ്ണു ഭഗവാനെ പ്രകീർത്തിച്ച സ്തുതി പൂർത്തിയായപ്പോൾ അവൾ തൻ്റെ മാതൃത്വ സ്വരൂപത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് തിരികെ വരാൻ ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് സ്വപ്നദർശനത്തിൽ ആ അമ്മ കണ്ട വിഷ്ണു ഭഗവാനെ തൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് പരിണാമം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ
ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് അവർ ജനിക്കുകയും 4 കുഞ്ഞുങ്ങൾക്കും വസിഷ്ഠ മഹർഷി ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ പേരുകൾ നൽകി ഉചിതമായി അവർക്ക് നാമകരണ പ്രക്രിയകളൊക്കെ ചെയ്തു. അവർ വളരുമ്പോൾ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന അർത്ഥത്തോടു കൂടിയുള്ള നാമങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. എല്ലാ ലോകങ്ങളും തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ശ്രീരാമചന്ദ്രൻ നാഥൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ നാമകരണം ചെയ്തത്. താനൊരു മികച്ച ഭരണാധികാരിയും ആദർശത്തിൻ്റെ ശിക്ഷകനും അല്ലെങ്കിൽ ശിക്ഷണക്കാരനുമാകുമെന്നാണ് ഭരതൻ എന്ന പേര് സൂചിപ്പിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ താൻ ഒരു ഉത്തമ മാതൃകയായിരിക്കുമെന്ന് ലക്ഷ്മണൻ, ലക്ഷ്യബോധമുള്ള ആളുകളായിരിക്കും ഞാൻ എന്ന സൂചനയാണ് കൊടുക്കുന്നത്. ശത്രുഘ്നൻ എന്നുള്ളത് തൻ്റെ കഴിവുള്ള അല്ലെങ്കിൽ തൻ്റെ ധൈര്യമാകുന്ന ആ കഴിവ് ഉപയോഗിച്ച് ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഒരു തൻ്റെ പ്രാപ്തിയെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ നാമകരണങ്ങളൊക്കെ നമ്മൾ നോക്കിയെടുത്താൽ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് അതിനെ പിന്തുടർന്നാൽ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് വാൽമീകി എഴുതിയ ആ മഹത്തായ കാവ്യം യഥാർത്ഥത്തിൽ ത്രേതായുഗത്തിൽ നടന്ന ഒരു സംഭവത്തെ വിശദീകരിക്കുവാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ തനതായ വ്യക്തിത്വങ്ങളെ നമ്മൾക്ക് മുമ്പിൽ ആവിർഭവിപ്പിക്കുവാനോ സാക്ഷാത്കരിക്കുവാനോ വേണ്ടി മാത്രം രചിച്ചതല്ല. പകരം ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ, ശരീരമാകുന്ന നമ്മുടെ അസ്തിത്വത്തെ, മനസ്സ് അല്ലെങ്കിൽ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ സൂചിപ്പിക്കുവാനും ആ ഘടകങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിതത്തിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളും ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ എങ്ങനെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് പറയുന്ന മഹത്തായ ഒരു താത്വികമായ സമീപനമാണ് യഥാർത്ഥത്തിൽ ഈ കാവ്യാത്മകമായ രചനയിലൂടെ വാൽമീകി മഹർഷി ഉദ്ദേശിക്കുന്നത്. കൊട്ടാരത്തിലും പൗരസമൂഹത്തിലുമുള്ള എല്ലാവർക്കും കുഞ്ഞുങ്ങൾ വളരെ സന്തോഷം പ്രദാനം ചെയ്തവരായിരുന്നു ഈ 4 പേരും. ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെ പോലെയും അവരുടെ കളികളും അവരുടെ കുസൃതികളുമൊക്കെ അവർ പരമാവധി ആഘോഷിച്ചു. അവർ വേഗത്തിൽ വളർന്നു. അച്ഛനും അമ്മമാരും ഉദാഹരിച്ചിരുന്ന എല്ലാ രാജകീയവും കുലീനവുമായ ഗുണങ്ങളൊക്കെ അവർ സ്വാംശീകരിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. രാമൻ ഒരു പ്രത്യേക പക്വത പൂർവമുള്ള സ്വഭാവം പ്രകടിപ്പിച്ച കുട്ടിയായിരുന്നുവെങ്കിൽ പ്രായത്തിന് അപ്പുറം പക്വത പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ് ശ്രീരാമൻ. മറ്റു 3 പേരേക്കാൾ ഒരു ദിവസം മാത്രമാണ് പ്രായക്കൂടുതലെങ്കിലും ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം 4 പേരുടെ സ്വാഭാവിക നേതാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും സ്നേഹം ശ്രദ്ധയും ആകർഷിച്ചിരുന്ന ഈ 4 രാജകീയമായ ആ ആൺകുട്ടികളുടെ അവർ ഒരുമിച്ച് കളിച്ച് വളരുന്ന രംഗങ്ങളൊക്കെ രാജ്യത്തെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. അവരധികം സന്തോഷിച്ചു. ഈ രാജകുമാരന്മാർ അവരെ ആ രാജ്യത്തിൻ്റെ പ്രതീക്ഷകളായി വളർന്നു. അപ്പോൾ രാജാവും രാജ്ഞിമാരും അവരുടെ കുടുംബജീവിതത്തിലെ അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ ഏറ്റവും മികച്ച സമയം ആസ്വദിക്കുകയായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ പിറവിയോടുകൂടി. അങ്ങനെ അവർ സ്വാഭാവികമായി വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഔപചാരികമായ പ്രവേശനം, നമുക്കറിയാമല്ലോ അന്ന് നമ്മളെ പോലെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലാത്തത് കൊണ്ട് തന്നെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഇവരൊക്കെ സന്തോഷപൂർവ്വം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തുടർന്ന് ഉപനയനം എന്ന ചടങ്ങ് നടത്തുന്നു. അതുപോലെ ഈ പറയുന്ന 4 രാജകുമാരന്മാർക്കും ആത്മീയവും ലൗകികവുമായ എല്ലാ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെയും അവരുടെ ജീവിതത്തെ പകർന്നാടുവാൻ ദശരഥൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകി. വ്യാഖ്യാനങ്ങളും ഉപപാഠങ്ങളും ഉൾപ്പെടെ 4 വേദങ്ങളും അവരെ പൂർണ്ണമായി പഠിപ്പിക്കുകയും രാജകുമാരന്മാർക്ക് വിഷയങ്ങളിൽ വളരെ വേഗം പ്രാവീണ്യം നേടാൻ കഴിയുന്നത്ര ഒരു എന്താ പറയുക, ഈ ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ഈ 4 കുട്ടികൾ. കാരണം എന്താ പറയുക, ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം
തൻ്റെ അധ്യാപന സമയത്ത് അല്ലെങ്കിൽ താൻ പകർന്നു കൊടുക്കുന്ന വിദ്യ ഏറ്റവും എളുപ്പത്തിൽ സ്വാംശീകരിക്കുവാനോ അല്ലെങ്കിൽ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തൻ്റെ പ്രത്യയിലേക്ക് പകർത്തുവാനോ കഴിവുള്ള ആ പ്രാവീണ്യമുള്ള ബുദ്ധിമാന്മാരായ വിദ്യാർത്ഥികളാണ് ഏതൊരു ഗുരുവിൻ്റെയും അനുഗ്രഹം, ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ വസിഷ്ഠനും ഈ പറയുന്ന ഭാഗ്യം ചെയ്ത ആളായിരുന്നത് കൊണ്ട് തന്നെ ഈ 4 പേരും ആ ഗുരുവിൻ്റെ കീർത്തിയെ വാനോളം ഉയർത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കാണിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം, സേവനം, ദാനം, അതുപോലെ തന്നെ ദാനധർമാദികൾ, അമ്പെയ്ത്ത്, രാജകീയമായ വിനോദങ്ങൾ, കായിക വിനോദങ്ങൾ, അങ്ങനെ എല്ലാം ശാരീരികമായ ആയോധന കലകൾ, അങ്ങനെ ഇതിലെല്ലാം തൻ്റെ പുത്രന്മാർ തുല്യമായ മികവ് പുലർത്തുന്നത് കണ്ട് രാജാവ് വളരെ വളരെ അഭിമാനിച്ചു. ഈ 4 രാജകുമാരന്മാരിൽ മറ്റു 3 പേർക്കും എങ്ങനെ പെരുമാറണം എന്ന് കാണിച്ചു കൊടുത്ത ജ്യേഷ്ഠ വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ. കാരണം ശ്രീരാമനും ലക്ഷ്മണനും പരസ്പരം പ്രിയങ്കരായിരുന്നെങ്കിലും ഭരതനും ശത്രുഘ്നനും അതുപോലെ തന്നെ അടുത്ത പെരുമാറുന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ രാജകുമാരന്മാരാണ്. അപ്പോൾ ഈ പറയുന്ന കൊട്ടാരത്തിലെ ഒരു അന്തരീക്ഷം തന്നെ ഈ 4 പേരും സ്വർഗീയമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ദശരഥൻ കാണുന്നത്. അങ്ങനെ ഈ പറയുന്ന 4 പേരും ഇതുപോലെ ഒന്നിനൊന്ന് മികവായി വളരുന്നത് കൊണ്ട് തന്നെ ദശരഥനെ സംബന്ധിച്ച് അവരുടെ 3 ഭാര്യമാരും വളരെ കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു സമയം, അത് ദശരഥൻ നന്നായി ആസ്വദിക്കുകയും ചെയ്തു. ഈ കഥകൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ശരീരം തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ശരീരമാകുന്ന ദശരഥൻ തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ദശദിക്കിലൊക്കെ വളരെ തൻ്റെ കഴിവിനാൽ, തൻ്റെ ഊർജ്ജസ്വലതയാൽ, ധീരതയാലൊക്കെ 10 ദിക്കുകളിലേക്കും പായിച്ച് അയോധ്യ എന്ന തൻ്റെ അനാഹതത്തെ, ഹൃദയഭൂമിയെ ഒരു യുദ്ധമില്ലാത്ത രാജ്യമാക്കി തീർത്ത് വളരെ സന്തുഷ്ടവാനായി ജീവിതം നയിക്കുന്ന സമയത്ത് പുത്രന്മാരില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 3 ഭാര്യമാർ, അതായത് ശരീരത്തിൻ്റെ പ്രധാന നാഡികളായ ഇട, പിംഗള, സുഷുമ്ന എന്ന 3 ഭാര്യമാർ, ആ ഭാര്യമാർക്ക് പുത്രന്മാരായി ജനിക്കുന്നതോ 4 അന്ധകരണങ്ങൾ, മനോ, ബുദ്ധി, അഹങ്കാര, ചിത്തം. ഈ 4 ആൾക്കാരും. അപ്പോൾ ഒരു ശരീരത്തെ സംബന്ധിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ശരീരത്തിൻ്റെ 3 പ്രധാന നാഡികൾ, പിന്നെ 4 അന്ധകരണങ്ങൾ, ഇവയൊക്കെ സമന്വയത്തിലൂടെ പോകുമ്പോൾ രാജാവ് അത് ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രജകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ ഈ പറയുന്ന ദേവതാ ചൈതന്യങ്ങളാണ്. 33 ദേവതാ ചൈതന്യങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾക്ക് പ്രജകളായിട്ട് നമുക്കിവിടെ എടുക്കാം. പ്രജകളും സന്തോഷത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന രാജകുമാരന്മാർ, 4 രാജകുമാരന്മാരും നായാട്ടിനൊക്കെ പോവുമായിരുന്നു. മൂർച്ചയുള്ള അമ്പുകളും നന്നായി കെട്ടിയ വില്ലുകളും ഉപയോഗിച്ച് അവർ മൃഗങ്ങളെ വേട്ടയാടുന്ന രാജകീയ കായിക വിനോദങ്ങൾക്കായി രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. പലപ്പോഴും രാമായണത്തെയൊക്കെ നമ്മൾ പറയുമ്പോൾ, ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, വെറും ഒരു ഇതിഹാസം, ഒരു കഥ അല്ലെങ്കിൽ പുരാണ തലത്തിൽ ഇതിനെ കാണുന്ന ആളുകൾ ഇതിൻ്റെ വിമർശനങ്ങൾക്ക് എഴുതുന്ന സമയത്തൊക്കെ എഴുതി കാണാറുള്ള ഒരു കാര്യമാണ്. കാരണം ഇവരൊക്കെ എന്താ പറയുക, ഇന്ന് നമ്മൾ മൃഗസ്നേഹമൊക്കെ പറഞ്ഞ് അല്ലേ, പിന്നെ മൃഗങ്ങളെ അപകടപ്പെടുത്തരുത് എന്നുള്ള നിയമങ്ങളൊക്കെ പാലിക്കുന്ന രാജ്യമായ ഭാരതത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഇതിഹാസങ്ങളിൽ മൃഗങ്ങളെ വേട്ടയാടുന്നത് കാണുന്നില്ലേ? ഇതാണോ പുരുഷോത്തമനായ ശ്രീരാമൻ എന്നൊക്കെ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ഈ പറയുന്ന പോലെ രാമായണം എന്നുള്ളത്, ശ്രീരാമൻ എന്നുള്ളത് കേവലം ഒരു കഥാപാത്രമായി എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ബുദ്ധിയെ ഭരിക്കുക. അങ്ങനെയാണ് നമ്മൾ തെറ്റായ അവസ്ഥയിൽ ശ്രീരാമനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന താത്വികമായി വാൽമീകി പറയാൻ ശ്രമിച്ച അർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ മനോബുദ്ധി അഹങ്കാരങ്ങൾ, കാട് എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന വാസനകൾ അതിപ്രസരമായി തിങ്ങി നിൽക്കുന്ന പ്രവണതയാണ് നമ്മൾ കാട് എന്നുദ്ദേശിക്കുന്നത്.
കാരണം അവിടെ കാട്ടിൽ എപ്പോഴും വേട്ട മൃഗങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഘോര മൃഗങ്ങൾ വസിക്കുന്ന ഇടം, അതായത് ആസുരീകതകൾ നിറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കാട് അല്ലെങ്കിൽ ഈ പറയുന്ന വനം. ഇതിൽ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ, വേട്ടയാടി മൃഗങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള തന്നെ ആസുരീകമായ ചിന്തകളെ, നകാരാത്മകമായ ഊർജ്ജ ചൈതന്യങ്ങളെ തൻ്റെ മിടുക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന തൻ്റെ അസ്ത്രശസ്ത്ര വിദ്യകൾ കൊണ്ട്, ഇപ്പം നമ്മൾ പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ തന്നെ പലതും പല അസ്ത്രങ്ങളും, ഇപ്പം ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ പാശുപതാസ്ത്രം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ ഉപയോഗിച്ച് എൻ്റെ മനസ്സിൻ്റെ ഉയർച്ച, എൻ്റെ പ്രജ്ഞയുടെ ഉയർച്ച, എൻ്റെ മേധസ്സിൻ്റെ ഉയർച്ചയിലൂടെ ഞാൻ എൻ്റെ ഉള്ളിൽ തങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ വേട്ടമൃഗങ്ങളെ, അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളെ, ഘോരമൃഗങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അർത്ഥം യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ തത്വം അറിയാതെ ഈ പറയുന്ന കഥാപാത്രത്തിന് പിന്നിൽ ആ കഥാപാത്രത്തെ വേട്ടയാടും നമ്മൾ. അയാളത് ചെയ്തത് ശരിയല്ല, ശ്രീരാമൻ എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ താത്വികമായി നമ്മൾ ഇതിനെ സമീപിക്കുമ്പോഴാണ് എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നതും അപ്പോൾ ഈ എഴുതിയ ആളുകളോട് നമുക്ക് വളരെ പുച്ഛം തോന്നുകയും ചെയ്യും. അപ്പോൾ തന്നെ ആ നിരവധി വന്യമൃഗങ്ങളെ കൊല്ലുന്നതിൽ അവർ വിജയിച്ചു. അങ്ങനെ വിജയിച്ച് ഓരോ നായാട്ടിനും പോയി വിജയിച്ച് തിരിച്ചെത്തുന്ന സമയത്ത് അവർ വേട്ടയാടിയ മൃഗങ്ങളുടെ തലകൾ വിജയമുദ്രകളായി രാജാവിന് സമ്മാനിച്ചു എന്നും പറയും. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വേട്ടയാടിയ മൃഗങ്ങളുടെ തലകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ശിരസ് ഭാരതീയ ദർശന ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ചിന്താധാരയിൽ ശിരസ് എപ്പോഴും ഈഗോയുടെ, അഹങ്കാരത്തിൻ്റെ പ്രതിനിധാനമാണ്. അതാണ് നമ്മുടെ കാളി, അതെ, ശ്മശാന കാളിയുടെ ഒക്കെ കയ്യിൽ നമ്മൾ കാണും, അല്ലെങ്കിൽ കാളി ദേവിയുടെ കയ്യിൽ എടുത്തു നോക്കിയാൽ ശിരസ് അറുത്ത ആ അസുരൻ്റെ, മഹിഷാസുരൻ്റെ ശിരസ് കാണാം. എന്താ അത് ഉദ്ദേശിക്കുന്നത്? ദേവി ഇങ്ങനെ കൊല്ലണ ആളാണോ നിങ്ങളുടെ ദേവത എന്നൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതീകം എന്താണ്? അഹങ്കാരത്തെ, തൻ്റെ അജ്ഞാനമാകുന്ന ആസുരികതയെ അറുത്തില്ലാതാക്കുക, തൻ്റെ ഞാൻ എന്ന ആ സ്വത്വബോധത്തെ, അഹങ്കാരത്തെ അറുത്തില്ലാതാക്കുക എന്നാണ് മാത്രമാണ് അതിൻ്റെ താത്വികമായ വശം, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത്. കാരണം വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ റോഡിലൂടെ നമ്മളൊരു എന്താ പറയുക, കാറ് ഓടിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുമ്പിൽ കാണുന്ന ട്രാഫിക് ലൈറ്റ് എന്താണ്? അത് ഇതുപോലെ ഒരു വിഗ്രഹമാണ്. കാരണം അവിടെ പച്ച ലൈറ്റ് കത്തുന്ന സമയത്ത് എൻ്റെ മസ്തിഷ്കത്തിലൂടെ ഒരുപാട് ആശയങ്ങൾ കടന്നു പോകും. അവിടെ ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ ഇതേപോലെ തന്നെ അതിൽ അപകടമായ കാര്യങ്ങളാണ്, സാഹചര്യം അനുകൂലമല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോന്ന് വേഗത കുറയ്ക്കണം, അതുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യണം, അതിന് ശേഷം ആ വിളക്കിന് താഴെ പോയി ഞാൻ നിൽക്കണം, അല്ലെങ്കിൽ ആ ലൈറ്റിന് താഴെ പോയി ഞാൻ നിൽക്കണം. എപ്പോഴാണോ എന്നെ പോകാൻ അനുവദിക്കുന്ന ആ പച്ച നിറം കത്തുന്നത് അപ്പോഴേ എനിക്ക് പോകാവൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ് ആ ഒരൊറ്റ ലൈറ്റ് കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളും ഞാനും ഒരു ക്ഷേത്രത്തിൽ പോയിട്ടൊരു വിഗ്രഹം കാണുമ്പോഴും ഇതേ പ്രോസസ്സിങ് എൻ്റെ ബ്രെയിനിൽ സംഭവിക്കണം. അത് ആ കാണുന്ന വിഗ്രഹത്തിൻ്റെ ഗുണഗണങ്ങളാണ് അവിടെ 4 കൈയും 8 കൈയും 16 കൈയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചൈതന്യത്തിൻ്റെ, നമ്മൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ദേവതയുടെ ഗുണഗണങ്ങളെ വിവരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത്. മൃഗങ്ങളുടെ തലകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ നായാട്ടിന് പോകുമ്പോൾ തൻ്റെ ഉള്ളിലെ ഘോര വനത്തിലേക്ക് തന്നെ തൻ്റെ അന്ധകരണത്തെ പ്രവേശിപ്പിച്ച് തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ പറയുന്ന കാമക്രോധ ലോപമോഹ മത മത്സരാദി വന്യമൃഗങ്ങളെ നശിപ്പിച്ച് അതിൻ്റെ പ്രതീകമായി അതിൻ്റെ തല രാജാവിന് സമ്മാനിക്കുന്നു, ദശരഥന്, അല്ലേ, സ്വന്തം ശരീര ചൈതന്യത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ശ്രീരാമനും, അല്ലേ, ഈ പറയുന്ന 3 രാജകുമാരന്മാരും കൗമാരം മുതൽ തന്നെ അവർ തങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പക്വതയും ഉത്തരവാദിത്വവും കാണിച്ചു തുടങ്ങുന്ന ആളുകളാണ്. വളരെ ശുചിത്വമുള്ള ജീവിത രീതി, അതുപോലെ തന്നെ ഈശ്വരീയമായ പ്രാർത്ഥനകൾ, മുതിർന്നവരെ ബഹുമാനിക്കുക, രാജകീയ കാര്യങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ സമൂഹത്തെ സേവിക്കുക തുടങ്ങിയ ദൈനംദിന ജീവിതത്തിൽ തങ്ങൾ പുലർത്തേണ്ട എല്ലാവിധ കാര്യങ്ങളും അവർ വളരെ സന്തോഷത്തോടു കൂടി അനുഷ്ഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാജകുമാരന്മാരുടെ ഈ പ്രവൃത്തികൾ കണ്ട് രാജ്യത്തിലെ പൗരന്മാർ വളരെ ആവേശഭരിതരായി. ഇത്രയും തിളക്കമുള്ളതും ദയാലുവുമായ രാജകുമാരന്മാരെ അവർക്ക് നൽകിയതിന് അവർ തങ്ങൾ ഉപാസിക്കുന്ന ദേവതാ പാരമ്പര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പോലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥ മാത്രമല്ല രാമായണം, ശ്രീ വാൽമീകി രാമായണം. കാരണം ആ രാമായണത്തിലൂടെ, രാമന്റെ അയനത്തിലൂടെ വാൽമീകി മഹർഷി അനേകം തത്വമാണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ബാലകാണ്ഡം ഇടയിൽ നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത് കാണാം രാമായണത്തിൽ. അത് മഹർഷി വിശ്വാമിത്രന്റെ അയോധ്യയിലേക്കുള്ള ആഗമനമാണ്. അതായത് ഒരു ദിവസം ഈ പറയുന്ന അയോധ്യയിലേക്ക് പ്രശസ്തനായ രാജഋഷി വിശ്വാമിത്രൻ എത്തിച്ചേരുകയാണ്. വിശ്വാമിത്ര മഹർഷിയെ കണ്ട് രാജാവ് അതീവമായി സന്തോഷിച്ചു. രാജകീയ സൽക്കാരങ്ങളും പുഷ്പങ്ങളും ഒക്കെ നൽകി ആ ഋഷിവര്യനെ രാജാവ് സ്വീകരിച്ചു. കാരണം പഴയ നമുക്കറിയാം അല്ലേ, നമുക്ക് എന്താ പറയുക, ഡിപ്ലോമാറ്റിക് ചാനൽസിലൊക്കെ നമ്മൾ അറിയാമല്ലോ, ഫോറിൻ അഫയേഴ്സ് ഒക്കെ ഇന്ന് ചെയ്യുന്നത് തന്നെയാണ് പഴയ കാലത്ത്. ഒരു രാജ്യത്തിൻ്റെ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ പ്രാതിനിധ്യമുള്ള ആളുകളോ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കുന്നതിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. പഴയ കാലത്തും ഇതൊക്കെ തന്നെയാണ്. അത് അനുസരിച്ച് രാജാവ് മുനിയെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള രാജകീയമായ സിംഹാസന തുല്യമായ ഇരിപ്പിടം നൽകുന്നു. രാജ്ഞികളെ പറഞ്ഞ് അയച്ച് അദ്ദേഹത്തെ സേവിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നു. ദശരഥ രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിൽ ഇത്തരമൊരു മഹത്തായ അതിഥി പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ വന്നു ചേരുന്നത് തന്നെ വലിയ ഭാഗ്യമായി കരുതി ആ മുനിയോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ? ദശരഥൻ വളരെ ഭക്ത്യാദരപൂർവ്വം ചോദിക്കുക, എൻ്റെ ഋഷിപ്രഭോ, അങ്ങയുടെ എന്ത് ആഗ്രഹങ്ങളും ഞങ്ങൾക്കുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ? അങ്ങനെ രാജാവ് പറയുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി അതിന് മറുപടി പറയുകയാണ്, ദശരഥ മഹാരാജാവേ, അങ്ങയുടെ സ്വീകരണത്തിനും അതുപോലെ സേവനത്തിനും ഒരുപാട് നന്ദി, വളരെ സന്തോഷം. അങ്ങയുടെ ഗുരുക്കന്മാരെ, അങ്ങയുടെ പൂർവികരെയും അതുപോലെ അങ്ങയുടെ ഗുരുക്കന്മാരെയും എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് അങ്ങേക്ക് നന്നായി അറിയാം. എൻ്റെ ആശ്രമത്തിൽ ഞാൻ വിപുലമായ ആചാരക്രമങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ അഗ്നിയാഗങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എന്നാൽ അടുത്തിടെ മാരീചൻ്റെയും സുബാഹുവിൻ്റെ നേതൃത്വത്തിൽ അസുരന്മാർ യജ്ഞസ്ഥലവും ബലിപീഠവും നശിപ്പിച്ച് ഞങ്ങളെ ശല്യപ്പെടുത്തും. ഇവിടെയൊക്കെ പേരിൻ്റെ പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം, മാരീചൻ, സുബാഹു. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പോലെ അയോധ്യ, ദശരഥൻ, അയോധ്യ, വിശ്വാമിത്രൻ എത്തുന്നു. വിശ്വാമിത്രന് യാഗങ്ങൾ മുടക്കുന്ന ആളുകളുടെ പേര് മാരീചൻ, സുബാഹു. ഇതൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ, മാരീചൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മായയാണ് അല്ലേ, നമുക്കറിയാം, മായയാണ് മാരീചൻ. സുബാഹു ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ധാർഷ്ട്യം ഉണ്ടാവും, എൻ്റെ ഒരു കൈക്കരുത്ത് എന്നൊക്കെ പറയുന്ന പോലെ ബാഹുക്കൾ അറിയാലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് കരുത്തൊക്കെ വന്നു ചേരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്ന ദുഷ്പ്രവണതകൾ, ആ പ്രവണതകളാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മനസ്സ് അതുവരെ യജ്ഞവേദിയും യാഗവേദിയും ഒക്കെ ആയിരുന്നു. ഒരുപാട് അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ചെയ്യുന്ന നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇതിൽ നിന്ന് ക്രമേണ പിന്മാറും. അതാണ് യജ്ഞവും ഇതൊക്കെ മുടങ്ങുന്നു എന്ന് പറയുന്നത്. അങ്ങനെ യജ്ഞവും യാഗവും ഒക്കെ മുടങ്ങുന്ന സമയത്ത് അത് സംരക്ഷിക്കാൻ ശരീരത്തോട്, ദശരഥനോടാണ് വിശ്വാമിത്ര മഹർഷി സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇങ്ങനെയാണ് ആ കഥകളിൽ ഉള്ള ഒളിഞ്ഞിരിക്കുന്ന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ രാജാവിന് താൻ കേട്ടത്, അതായത് എന്താ പറയണത്? ഈ ഞങ്ങളെ ശല്യപ്പെടുത്തുകയാണ് മാരീചനും സുബാഹുവും. അതുകൊണ്ട് ഈ അസുരന്മാരെ കൊന്ന് നിങ്ങളുടെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനും ഞങ്ങളുടെ യജ്ഞം സംരക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാമനും ലക്ഷ്മണനും കൊല്ലേണ്ടത് മായയും സുബാഹുവിനെയുമാണ്. അപ്പോൾ എന്താ അർത്ഥം? ജീവാത്മ ചൈതന്യവും ലക്ഷ്മണൻ എന്നുള്ളത് ഇൻ്റലക്റ്റ് ആണ്, അല്ലെങ്കിൽ ലക്ഷ്യബോധമാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഈ ലക്ഷ്യബോധമുള്ള മനസ്സിന് എന്ത് സംഭവിക്കും? ലക്ഷ്യബോധമുള്ള ജീവാത്മാവ് വിചാരിച്ചാൽ മനസ്സിൻ്റെ ഈ വിക്ഷേപങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. അതാണ് കഥ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ രാമായണത്തെ വളരെ ആഴത്തിൽ നോക്കിക്കാണേണ്ടത്. ഇപ്പം നോക്കൂ, കഥ എന്ന അവസ്ഥയിൽ നിന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ കഥയായി ഇത് മാറിയില്ലേ? നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ കഥയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ നമ്മൾ ത്രേതായുഗത്തിൽ
എവിടെയോ നടന്ന ഒരു കഥ അല്ലെങ്കിൽ ത്രേതായുഗ കാലഘട്ടത്തിൽ അയോധ്യാപുരിയിൽ നടന്ന കഥയായി കണ്ട രാമായണം ഇപ്പോൾ നോക്കൂ, ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങളുടെയും എൻ്റെയും കഥയായി മാറുന്നു. ഇതാണ് കാലാതീതമായ രചന എന്ന് പറയുക. നമ്മുടെ ഋഷീശ്വരന്മാരുടെ കഴിവിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അങ്ങനെ ദശരഥന് താൻ കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മക്കള് വളരെ ചെറുപ്പമാണ്. അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ എങ്ങനെ അവരെ കാട്ടിലേക്ക് അയക്കാൻ കഴിയും? അവര് അനുഭവ പരിചയമില്ലാത്തവരും അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ വളരെ ചെറുപ്പവുമാണ് അവർ. ഒരു പക്ഷേ അദ്ദേഹത്തിന് മുനിയെ സേവിക്കാൻ സാധിക്കുമായിരിക്കും രാമനും ലക്ഷ്മണനും. എന്നിരുന്നാലും ദശരഥൻ തൻ്റെ രാജഗുരുവായ വസിഷ്ഠനിൽ നിന്ന് ഉപദേശം തേടി. രാമനെയും ലക്ഷ്മണനെയും കാട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ ഭേദം ഗുരു ഞാൻ മരിക്കുകയാണ്. എന്നാൽ വിശ്വാമിത്ര മഹർഷിയുടെ ആഗ്രഹം ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ തീർച്ചയായും ശപിക്കും. മുനി തൻ്റെ കോപത്തിന് വളരെ പേരുകേട്ട ആളുമാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ന് രാജഗുരുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, താങ്കൾ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. അദ്ദേഹം രാജാവിന് ഉറപ്പ് കൊടുക്കുകയാണ്, ദശരഥ അങ്ങ് വിഷമിക്കേണ്ട. രാമൻ അല്ലെങ്കിൽ ശ്രീരാമൻ അങ്ങ് കരുതുന്നത് പോലെ വെറും ഒരു മനുഷ്യപുത്രനല്ല. അദ്ദേഹം ബ്രഹ്മാവിൻ്റെ തന്നെ അവതാരമാണ്, ബ്രഹ്മസ്വരൂപമാണ്. ഇപ്പോൾ താങ്കളുടെ മകനായി പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈശ്വരീയമായ ഇച്ഛയും ഈ ഈശ്വരൻ്റെ പദ്ധതിയും ഇതായിരുന്നു. ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ നാരായണൻ അങ്ങയുടെ മകനായി രാമനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതാണ്. കശ്യപനായി അങ്ങയുടെ മുൻജന്മത്തിൽ അങ്ങ് ആഗ്രഹിച്ചതിന് അല്ലെങ്കിൽ അങ്ങയുടെ പ്രാർത്ഥനയുമായി ഇതിന് ബന്ധമുണ്ട്. കൗസല്യ അന്ന് അങ്ങയുടെ ശതരൂപിയായ ഭാര്യയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കഠിനമായ തപസ്സുകൾ ചെയ്ത് അടുത്ത ജന്മത്തിൽ ഭഗവാൻ നിങ്ങളുടെ മകനായി ജനിക്കണമെന്ന വരം നേടി. ഇപ്പോൾ ശ്രീരാമനിൽ അങ്ങയുടെ ആഗ്രഹം സഫലമായി. ലക്ഷ്മണൻ മറ്റാരുമല്ല, ശക്തനായ ആദിശേഷ സർപ്പമാണ്. എവിടെയാണോ വിഷ്ണു വിരാജിക്കുന്നത് ആ അനന്തത എന്ന ആദിശേഷനാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ. ഭരതനും ശത്രുഘ്നനും മഹാവിഷ്ണുവിൻ്റെ ശംഖും ചക്രവുമാണ്. ഇവരുടെ യോഗമായയായ ദേവി ഇതിനകം മിഥിലയിൽ സീതാദേവി എന്ന അസ്തിത്വമായി ജനിച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ ശ്രീരാമനെ മഹർഷി വിശ്വാമിത്രനോടൊപ്പം അയക്കുന്നത് ഇരുവർക്കും കണ്ടുമുട്ടാനുള്ള അവസരമാണ്. അതായത് ശ്രീരാമന് സീതാദേവിയെ കണ്ടുമുട്ടാനുള്ള അവസരമാണ്. ഇത് അങ്ങേക്കും എനിക്കും മാത്രം അറിയാവുന്ന ദിവ്യരഹസ്യമായി കരുതിക്കൊള്ളുക. ദയവായി അങ്ങയുടെ പുത്രന്മാരായ മഹർഷിയായ വിശ്വാമിത്രനോടൊപ്പം അയക്കുക എന്ന് ദശരഥനെ വസിഷ്ഠൻ ഉപദേശിക്കുന്നു. ദശരഥൻ ശരീര ചൈതന്യം, വസിഷ്ഠൻ നമ്മുടെ ഉള്ളിലുള്ള ഗുരു ചൈതന്യം. അപ്പോൾ ഈ ഗുരു ചൈതന്യം അല്ലെങ്കിൽ നമ്മൾ മനസാക്ഷി എന്നൊക്കെ വിളിക്കുന്ന ആ ചൈതന്യം ആരോട് പറയുകയാണ്? ശരീര ചൈതന്യത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ ജാഗ്രതാബോധത്തിനോട് പറയുകയാണ്. താങ്കളുടെ ശ്രീരാമനെയും അതുപോലെ തന്നെ ലക്ഷ്മണനെയും അയക്കൂ. കാരണം എന്താ? ശ്രീരാമചന്ദ്രൻ ജീവാത്മ ചൈതന്യമാണെങ്കിൽ സീത ശരീര ചൈതന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവബോധവും ചൈതന്യവും ചേർന്നാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീരാമ അവബോധത്തിന് തൻ്റെ പരാശക്തി ചൈതന്യമായ സീതയുമായി കണ്ടുമുട്ടാനുള്ള അവസരമാണ് ഇത് അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അനുഷ്ഠിച്ച തപസ്സിൻ്റെ ഫലമാണ് എന്ന് ദശരഥനോട് വസിഷ്ഠമുനി പറയുകയാണ് രഹസ്യമായി. അപ്പോൾ ഇത് നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ഇതുപോലെയുള്ള ത്രിശങ്കു ആയ അവസ്ഥയിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആന്തരികമായ ശബ്ദങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രവിക്കേണ്ടത്. അകത്ത് നിന്ന് നമ്മളോട് മന്ത്രിക്കുന്ന ആ മന്ത്രണങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പിന്തള്ളി മുൻപോട്ട് പോകാറാണ് പതിവ്. രാമായണം പറയുന്നു അതല്ല വേണ്ടത്. രാജഗുരുവിൻ്റെ ശബ്ദം അല്ലെങ്കിൽ രാജഗുരുവിൻ്റെ ഉപദേശമാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ വിശ്വാമിത്രനോടൊപ്പം അങ്ങനെ ആ 2 രാജകുമാരന്മാർ അവരുടെ പിതാവിൻ്റെയും മാതാക്കളുടെയും ഗുരുവായ വസിഷ്ഠൻ്റെയും അനുഗ്രഹം വാങ്ങി യാത്ര തിരിക്കുകയും വില്ലുകളിലും ആവനാഴികളിലും ഏറ്റവും മികച്ച എല്ലാ അസ്ത്രങ്ങളും നിറച്ച് ഇവരുടെ അനുഗ്രഹം വാങ്ങി യാത്ര ചെയ്യുകയാണ്. കാട്ടിലേക്ക് പോകുന്നതിനാൽ തന്നെ ആ യുവ രാജകുമാരന്മാർ സന്യാസിമാരുടെ വേഷം ധരിച്ചാണ് അവർ
യാത്ര തുടർന്നത്. അപ്പോൾ അങ്ങനെ ആ ഋഷിമാർ അവരുടെ യാഗപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കൂട്ടി യാത്ര തുടർന്നു. അങ്ങനെ വിശ്വാമിത്രൻ അവരെ അനുഗ്രഹിക്കുകയും ആ സമയത്ത് വിശ്വാമിത്രൻ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വരങ്ങളായി 2 പ്രത്യേക മന്ത്രങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു. അതാണ് ബല അതിബല എന്ന 2 മന്ത്രങ്ങൾ. അത് ഈ കാട്ടിലെ പര്യവേഷണത്തിലുടനീളം ദാഹത്തിൽ നിന്നും വിശപ്പിൽ നിന്നും അവരെ സംരക്ഷിച്ചു നിർത്താനുള്ള പ്രധാന മന്ത്രമായിരുന്നു ബല അതിബല. ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ബലയും അതിബലയും എന്താണ്. അപ്പം ഈ 2ാം എപ്പിസോഡും വളരെ ശാന്തതയോടെയും സന്തോഷത്തോടെയും വളരെ എന്താ പറയുക, വളരെ ഇഷ്ടത്തോടു കൂടിയും കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പരമാവധി ഈ ഒരു വിജ്ഞാനപ്രദമായ ഈ ഒരു സീരീസ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം. കാരണം രാമായണം ഒരു വ്യത്യസ്ത തലത്തിൽ മനസ്സിലാക്കുക എന്ന ഒരു യതീശയുടെ ഉദ്യമമാണിത്. അത് പരമാവധി വിജയിപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ പ്രവർത്തനവും സഹായവും ആവശ്യമാണ്. അതിനാൽ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.